എൻ്റെ ആദ്യത്തെ സിനിമയെ കുറിച്ച് എനിക്ക് ഇപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത്. അത് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചാലും എത്ര പഠിച്ചാലും ആ സിനിമയ്ക്കൊരു ആ സിനിമയ്ക്കൊരു ഭയങ്കര ഇന്നസെൻസ് ഉണ്ട്. ആ സിനിമയ്ക്കൊരു ഭയങ്കര ഒട്ടും പ്രിട്ടൻഷ്യസ് ആയിട്ടുള്ള ഒരു സിനിമയല്ല എൻ്റെ ആദ്യത്തെ സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് സംഭവിച്ചത് നമുക്കൊന്നും അറിയാതെ ചെയ്തുകൊണ്ടാണ്. നമ്മുടെ ഉള്ളിലുള്ള ഒരു കഥയുണ്ടല്ലോ, നമ്മുടെ ഉള്ളിലുള്ള അന്നത്തെ പ്രായത്തിൻ്റെ ഇമ്മച്യൂരിറ്റിയും അന്നേരത്തെ നമ്മുടെ ആലോചനകളും നമ്മൾ കണ്ടിട്ടുള്ള ആ ക്യാരക്ടേഴ്സും ആളുകളും ഒക്കെ വെച്ചിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് വളരെ ഓർഗാനിക്കലി സംഭവിച്ചൊരു സിനിമയാണ്. നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റിനെ ഫോളോ ചെയ്തിട്ട് നമ്മൾ ചെയ്തൊരു സിനിമയാണ്. നമ്മുടെ ഉള്ളിലുള്ള കഥ പറയുക എന്നുള്ളത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ സിനിമയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു സോളുണ്ട്. ഞാൻ ആ സിനിമ ചെയ്യാൻ പോയാൽ ഞാൻ കോൺഷ്യസ് ആവും ചിലപ്പോൾ ആ സിനിമ ചെയ്യത്തേ ഇല്ല, അങ്ങനെ ഒരു ഐഡിയയും അങ്ങനെ ഒരു സിനിമയും. കാരണം ഇപ്പോൾ നമുക്ക് എന്തോ കുറച്ചുകൂടെ അറിയാമെന്നുള്ള ഒരു ധാരണയോ അഹങ്കാരമൊക്കെ ഉള്ളതുകൊണ്ട് അത് ചിലപ്പോൾ ബാക്ക് ഫയർ ചെയ്യും. ആ സിനിമേനെ ചിലപ്പോൾ നമ്മളൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരു റൂൾ ബുക്കിലേക്ക്, ഒരു റൂൾ ടെംപ്ലേറ്റിൻ്റെ അകത്തേക്ക്, കുഞ്ഞിരാമായണം എടുത്ത് നോക്കി അങ്ങനെ ഒരു ടെംപ്ലേറ്റിലുള്ള ഒരു സിനിമയൊന്നും അല്ല അത്. അതൊരിക്കലും ഒരു സ്ക്രീൻ റൈറ്റിംഗ് ടെംപ്ലേറ്റ്സ് ഒന്നും ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സിനിമയല്ല.